നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. അപ്പൊ നമ്മുടെ ചാനലിൽ കാണുന്ന വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഒരുപാട് പേര് നിരന്തരം കമന്റ് ചെയ്യുന്നതാണ്, വീട്ടമ്മയാണ്, കുട്ടികളെയും വെച്ചുകൊണ്ട് വീട്ടിലെ ജോലിക്കിടയിൽ എങ്ങനെയാണ് PSC പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ ഇഫക്റ്റീവ് ടൈം ടേബിൾ ആണ് നൽകാൻ പോകുന്നത്. വീട്ടമ്മമാർക്കുള്ള സൂപ്പർ മോം PSC ടൈം ടേബിൾ സ്റ്റാർട്ട് ചെയ്താലോ? കുറെ ടിപ്സും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക് ഫാമിലി. സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. തുടങ്ങിയാലോ? അപ്പൊ നിങ്ങൾ ഒരു വീട്ടമ്മയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ എങ്ങനെയൊക്കെ വിനിയോഗിക്കണം? കുറച്ചൊക്കെ കോംപ്രമൈസ് ചെയ്യണം. കാരണം കുട്ടികൾ സ്കൂളിൽ പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും, ഭർത്താവ് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടായിരിക്കും, അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പൊ നിങ്ങളുടെ ഗോൾഡൻ അവർ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം എന്ന് പറയുന്നത് രാവിലെ 4 മണി മുതൽ 6 മണി വരെ, അല്ലെങ്കിൽ 4:30 മുതൽ 6:30 വരെയുള്ള സമയമായിരിക്കും നിങ്ങളുടെ ഗോൾഡൻ അവർ. കാരണം എന്താ? ഈ സമയത്ത് നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഒന്നും തന്നെ കാണത്തില്ല. മനസ്സിനെ ഏകാഗ്രമാക്കി വെക്കാൻ പറ്റുന്ന ടൈമാണ് 4 മണി മുതൽ 6 മണി വരെ, അല്ലെങ്കിൽ 4:30 മുതൽ 6:30 വരെയുള്ള ടൈം. അതാണ് നിങ്ങളുടെ ഗോൾഡൻ അവർ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയം. ഈ സമയം നിങ്ങൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ വിനിയോഗിക്കണം. ഈ സമയത്ത് വേണം സമയമെടുത്ത് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ പഠിക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടായി തോന്നുന്ന സബ്ജക്റ്റുകൾ പഠിക്കേണ്ട സമയം ഈ ഒരു സമയമാണ്, ഈ ഒരു ഗോൾഡൻ അവറിലാണ്. അതായത് മാത്സ് ആവാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആകാം, സയൻസ് ആകാം. മാത്സ് ആകാം, ഇംഗ്ലീഷ് ആകാം, സയൻസ് ആകാം. നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് വേണം ഈ ഒരു സമയത്ത് തിരഞ്ഞെടുക്കാൻ. അതിനുള്ള കാരണം ഇതാണ്: ഈ സമയത്ത് വീട്ടിലെല്ലാവരും ഉറക്കമായിരിക്കും. നിങ്ങൾക്ക് ഏകാഗ്രമായിട്ട് മനസ്സിനെ ശാന്തമാക്കി വെക്കാൻ പറ്റുന്ന ടൈമാണ്. അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലേക്ക് കയറ്റാൻ പറ്റും. അപ്പൊ ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടുള്ള ടൈമാണ് നിങ്ങളുടെ ഗോൾഡൻ അവർ. ഇത് നിങ്ങൾ പരമാവധി വിനിയോഗിച്ചോളുക. ഈ ഒരു സമയം പകൽ ഒരു 5 മണിക്കൂർ നിങ്ങൾ പഠിക്കുന്നതിന് തുല്യമാണ് ഈ ഒരു 2 മണിക്കൂർ. നോട്ട് ചെയ്ത് വെച്ചോ. പകൽ നിങ്ങൾ എത്ര സമയം എടുത്ത് 5 മണിക്കൂർ എടുത്ത് പഠിക്കുന്ന കാര്യം 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതും ഇഫക്റ്റീവായി പഠിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ രാവിലെ 4 മണി മുതൽ 6 മണി വരെ എന്ത് പഠിക്കണം? ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയങ്ങൾ, മാത്സ്, ഇംഗ്ലീഷ് അല്ലെങ്കിൽ സയൻസ് പഠിക്കുക. കാരണം എന്താണ്? ഈ സമയം വീട്ടിലെല്ലാവരും ഉറക്കമായിരിക്കും. ഡിസ്റ്റർബൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ 2 മണിക്കൂർ പകൽ 5 മണിക്കൂർ പഠിക്കുന്നതിന് തുല്യമാണ്. ഇതിന്റെ PDF വേണമെങ്കിൽ, ഞാൻ പ്രിപ്പയർ ചെയ്ത ഈ PDF വേണമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. യെസ് എന്ന് കമന്റ് ചെയ്താൽ മതിയെ. നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഇട്ട് തന്നേക്കാം. ഈ PDF നിങ്ങൾ എല്ലാ ദിവസവും ഒന്നെടുത്ത് വായിച്ചോളൂ. ഒന്ന് മോട്ടിവേറ്റ് ആയിരിക്കാൻ ഈ ഒരു PDF നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അടുത്ത ടിപ്പാണ് മൾട്ടി ടാസ്കിംഗ് ടൈം. ഈ മൾട്ടി ടാസ്കിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ 6:30 മുതൽ 10 മണി വരെയുള്ള സമയമാണ്. രാവിലെ 6:30 മുതൽ 10 മണി വരെയുള്ള സമയം. അതായത് കുട്ടികളെ ഒരുക്കണം, വീട്ടിലെ ജോലികൾ, അതായത് ഭക്ഷണം പാകം ചെയ്യൽ, പ്രഭാത ഭക്ഷണം, പിള്ളേർക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണം, ഭർത്താവിന് കൊണ്ടുപോകാനുള്ള ഭക്ഷണം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയമാണ്. ഇത് നിങ്ങളുടെ ഒരു മൾട്ടി ടാസ്കിംഗ് ടൈമാണ്. ജോലിക്കിടയിൽ പഠനം നടത്തേണ്ട ടൈമാണ് ഈ ഒരു 6:30 മുതൽ 10 മണി വരെയുള്ള സമയം. ഈ സമയത്താണ് നിങ്ങൾ പ്രഭാത കൃത്യങ്ങൾ ചെയ്യുന്നത്, പാചകം ചെയ്യുന്നത്, കുട്ടികളെ സ്കൂളിൽ വിടുന്നതൊക്കെ ഈ ഒരു ടൈമിലാണ്. ഇത് വീട്ടമ്മയാണ്. നിങ്ങളൊരു വീട്ടമ്മ എന്ന മെന്റാലിറ്റിയിൽ തന്നെ, നിങ്ങളൊരു വീട്ടമ്മയാണല്ലോ, ആ ഒരു രീതിയിൽ തന്നെ ഇത് കേട്ടാലേ ഇതിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളേ. അപ്പൊ ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, പുതിയ കാര്യം പഠിക്കരുതേ. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ അടിക്കാൻ വേണ്ടി നോക്കുക. എങ്ങനെ റിവിഷൻ അടിക്കാൻ പറ്റും? ഹെഡ്സെറ്റ് വെച്ച് ക്ലാസ്സുകൾ കേൾക്കാൻ പറ്റുമല്ലോ. അത് യൂട്യൂബിലെ ആവട്ടെ, നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പ് പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആപ്പിലെ ക്ലാസ്സുകൾ കേൾക്കാം. ഓക്കെ. അപ്പോൾ യൂട്യൂബിലെ ക്ലാസ് കേൾക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആപ്പിലെ ക്ലാസ്സുകൾ കേൾക്കാം. അപ്പോൾ ഇങ്ങനെ കേട്ടു പഠിക്കേണ്ട സമയമാണ് ഇത്. ഈ സമയം നിങ്ങൾ ഒരിക്കലും വെറുതെ കളയരുത്. വീട്ടമ്മയാണ്, നിങ്ങൾ സമയം കണ്ടെത്തി പഠിക്കണം. സമയമില്ല എന്ന് പറയരുത്. എല്ലാവർക്കും 24 മണിക്കൂർ സമയമുള്ളൂ. ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സമയം കണ്ടെത്തി ഇഫക്റ്റീവായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ജോലി വാങ്ങാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഈ സമയത്ത് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കരുത്. പകരം കറണ്ട് അഫയേഴ്സോ അല്ലെങ്കിൽ നിങ്ങൾ മുൻപേ പഠിച്ച കാര്യങ്ങളോ
ഓഡിയോ ക്ലാസ്സസ് അല്ലെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് കേൾക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പൊ നിങ്ങളുടെ മൾട്ടി ടാസ്കിംഗ് ടൈം ആണ് രാവിലെ 6:30 മുതൽ 10 മണി വരെ. പിന്നെ വീട്ടമ്മയാണ് ത്രൂ ഔട്ട് പഠിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് തന്നെ 10 മണി തൊട്ട് 1 മണി വരെയുള്ള സമയത്ത് ഞാൻ ഒന്നും ഇട്ടിട്ടില്ല. കാരണം 10 മണി തൊട്ട് 1 മണി വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 10 മണി തൊട്ട് 1 മണി വരെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയം ഞാനൊരു ടൈം ടേബിളിനകത്ത് ഇട്ടിട്ടില്ലേ. അപ്പൊ അത് നിങ്ങളുടെ ഒരു ഫ്രീ ടൈം അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാക്കി വേണമെങ്കിൽ വെക്കാം. 10 മണി തൊട്ട് 1 മണി വരെ നിങ്ങളുടെ ഫുഡൊക്കെ കഴിച്ചിരിക്കണം. ആ 1 മണിക്കുള്ളിൽ ഫുഡൊക്കെ കഴിച്ച് ഇരിക്കണം. ഇനി 1 മണി തൊട്ട് 3 മണി വരെയുള്ള സമയത്തെ കുറിച്ചാണ് അടുത്ത പറയാൻ പോകുന്നത്. ഈ സമയമാണ് മിഡ് ഡേ ബൂസ്റ്റർ ടൈം അല്ലെങ്കിൽ ഉച്ച സമയത്തെ പഠനമാണ്. അപ്പൊ നിങ്ങൾ ജോലികളെല്ലാം കഴിഞ്ഞിട്ട് ഒന്നൊരു ഉറക്കച്ചടവിൽ നിൽക്കുന്ന സമയമായിരിക്കും. 1 മണിക്ക് ഉറക്കച്ചടവ് വന്നില്ലെങ്കിൽ കൂടി പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു 2 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഉറക്കത്തിലേക്ക് പോകത്തില്ലേ? അങ്ങനെ ഉറക്കത്തിലേക്ക് പോകാതിരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ സമയം 1 മണി തൊട്ട് 3 മണി വരെയാണ്. നിങ്ങളുടെ ജോലികളൊക്കെ ഒതുങ്ങിയ സമയമാണ്. ഈ സമയത്ത് എഴുതി പഠിക്കാൻ പറ്റിയ സബ്ജക്റ്റുകൾ വേണം എടുക്കാൻ. അല്ലെങ്കിൽ ഒരു പരീക്ഷ ചെയ്യാം, അല്ലെങ്കിൽ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാം. ഈ ഒരു സമയത്ത് നിങ്ങൾ അത് വേണം ചെയ്യാൻ. എഴുതി പഠിക്കാൻ പറ്റുന്ന സബ്ജക്ട് എന്ന് പറഞ്ഞാൽ GK ടിപ്സ് ഒക്കെ എഴുതാൻ പറ്റുന്നതാണ്. ഹിസ്റ്ററി, ജോഗ്രഫി അല്ലെങ്കിൽ മുൻവർഷ ചോദ്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് ചെയ്യാം. കാരണം എന്താ, ഈ സമയത്ത് ഉറക്കം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്ന് ആക്റ്റീവ് ആക്കി ഇരിക്കാൻ വേണ്ടിയിട്ട് എഴുതി പഠിക്കാവുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ ചോദ്യ പേപ്പറുകളോ വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു സമയത്ത് അഭികാമ്യം. 1 മണി തൊട്ട് 3 മണി വരെയുള്ള സമയം. അത് കഴിഞ്ഞിട്ട് കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന ടൈമാണ്. അവരുടെ കാര്യങ്ങൾ നോക്കണം. അവർക്കൊരു 4 അക്ഷരം പറഞ്ഞു കൊടുക്കണം. അവരെ കുളിപ്പിക്കണം. ഹസ്ബൻഡ് വരും. രാത്രി ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഫുഡ് ഉണ്ടാക്കണം. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിട്ട് 3 മണി തൊട്ടുള്ള സമയം നിങ്ങൾക്ക് വിനിയോഗിക്കാം. ഇനി നിങ്ങൾക്ക് 9 മണിക്ക് പഠിക്കാൻ വേണ്ടി ഇരിക്കാമല്ലോ. 9 മണി തൊട്ട് 10:30 വരെയുള്ള സമയമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. കാരണം എന്താ, 4 മണിക്ക് എഴുന്നേക്കണം. 4 മണി തൊട്ട് 6 മണി വരെയുള്ള സമയമാണ് നമ്മുടെ ഗോൾഡൻ അവർ. അപ്പൊ അതിലേക്ക് എത്തണമെങ്കിൽ രാത്രി നല്ലൊരു ഉറക്കം വേണ്ടേ. അതുകൊണ്ട് തന്നെ 9 മണി തൊട്ട് 10:30 വരെ മാത്രമേ ഞാൻ രാത്രി പഠിക്കാനുള്ള സമയം ഇട്ടിട്ടുള്ളൂ. ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് റിവിഷൻ ആണ്. ദ ഈവനിങ് റിവിഷൻ സമയമാണ് രാത്രി 9 മണി തൊട്ട് 10:30 വരെ. അതായത് എല്ലാവരും ഉറങ്ങിയ ശേഷം, അതിന് മുന്നേ ഒക്കെ തന്നെ ഫുഡൊക്കെ കൊടുത്ത് നിങ്ങൾ സെറ്റ് ആവണം. നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഒന്ന് ക്രമീകരിക്കുക. അല്ലാതെ 9:30ക്ക് ഫുഡ് കഴിച്ചു 10:30ക്ക് ഫുഡ് കഴിച്ചു അങ്ങനെ ചെയ്യരുതേ. 9 മണിക്ക് മുന്നേ തന്നെ എല്ലാവരും ഒക്കെ ഉറങ്ങി ഫുഡൊക്കെ കഴിച്ചൊന്ന് സെറ്റ് ആയിരിക്കുന്ന ടൈമിൽ വേണം നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഇരിക്കാൻ. ആ സമയത്ത് നിങ്ങൾ പഠിക്കേണ്ടത് അന്ന് പകല് പഠിച്ച കാര്യങ്ങൾ അന്ന് ഓടിച്ച് റിവിഷൻ അടിക്കുക. ഗോൾഡൻ അവർ ഈ പഠിച്ച കാര്യം, നിങ്ങൾ മൾട്ടി ടാസ്കിംഗ് ടൈമിൽ പഠിച്ച കാര്യം, ഉച്ചയ്ക്ക് മിഡ് ബൂസ്റ്റർ ടൈമിൽ പഠിച്ച കാര്യം, ആ സമയത്ത് പഠിച്ച കാര്യങ്ങളെല്ലാം രാത്രി ഒരു 1.5 മണിക്കൂർ നിങ്ങൾക്ക് റിവിഷൻ അടിക്കാൻ പറ്റുമോ? ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് ഒരു 10 കറണ്ട് അഫയേഴ്സ് കൂടി നോക്കാൻ പറ്റുമോ? ഇതൊക്കെ നല്ല ടിപ്പുകളാണ്. ഇതൊക്കെ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമോ? എല്ലാ ദിവസവും എക്സാം വരെയുള്ള ടൈമിൽ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുമോ? എന്നാൽ നിങ്ങൾ ഉറപ്പിച്ചോ, 100ന്റെ ഇടയിൽ അല്ലെങ്കിൽ 100നുള്ളിൽ നിങ്ങൾക്ക് റാങ്ക് കിട്ടിയിരിക്കും. ഒരു ദൃഢനിശ്ചയം മനസ്സിൽ വേണം. ഒരു ദിവസം ചെയ്തു, 2 ദിവസം ചെയ്തു, പിന്നെ എനിക്ക് ചെയ്യാൻ വയ്യ, അങ്ങനെ പറ്റത്തില്ല. എല്ലാ ദിവസവും ത്രൂ ഔട്ട് ഈ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ ഒരു വീട്ടമ്മയായാൽ കൂടി, ഒരു സൂപ്പർ മോം ആയാൽ കൂടി നിങ്ങൾക്ക് PSC നേടിയെടുക്കാൻ പറ്റും. വീട്ടു ജോലിക്കിടയിൽ കുട്ടികളെ നോക്കുന്നതിന്റെ ഇടയിൽ തന്നെ ഉന്നത റാങ്കിൽ PSC റാങ്ക് ലിസ്റ്റ് എത്തി ജോലിക്ക് നേടിയ എത്രയോ ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ ഒന്ന് ക്രമീകരിച്ച് നോക്കുക. ഇനി സൺഡേ എന്ത് ചെയ്യണം? സൺഡേ ചെയ്യേണ്ടത് പുതിയ കാര്യങ്ങൾ പഠിക്കാതെ ഈ ഒരു ആഴ്ചയിൽ നിങ്ങൾ പഠിച്ച മുഴുവൻ കാര്യങ്ങളും റിവിഷൻ അടിക്കാൻ വേണ്ടി നോക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ തിങ്കൾ മുതൽ വെള്ളി വരെ മാത്രമേ ഞാൻ പഠിക്കാനുള്ള പോർഷൻസ് കൊടുക്കാറുള്ളൂ. ശനിയും ഞായറും ആ ഒരാഴ്ച നിങ്ങൾ പഠിച്ച കാര്യങ്ങളുടെ റിവിഷൻ ആയിരിക്കും. ഞായറാഴ്ച പരീക്ഷ. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുക. സൺഡേ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ എന്താണ്? ഞായറാഴ്ച പുതിയ കാര്യങ്ങൾ പഠിക്കാതെ ആ ആഴ്ചയിൽ പഠിച്ച മുഴുവൻ കാര്യങ്ങളും റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മസ്റ്റ് ആയിട്ട് മാറ്റി വെക്കുമല്ലോ. ഇനി കുറച്ച്
കിച്ചൺ നോട്ട്സ് തയ്യാറാക്കാൻ പറ്റിയാൽ വളരെ നല്ലത്. അടുക്കളയിൽ പാചകം ചെയ്യുന്ന സമയത്ത് ഒന്ന് ഓടിച്ചു നോക്കാൻ വേണ്ടിയിട്ട് വർഷങ്ങൾ അവിടെ സ്റ്റിക്കി നോട്ട്സ് കിട്ടുമല്ലോ, സ്റ്റിക്ക് ചെയ്ത് വെക്കാം. ബുദ്ധിമുട്ടുള്ള വർഷങ്ങൾ, ഫോർമുലകൾ ഇവയൊക്കെ ഒരു പേപ്പറിൽ സ്റ്റിക്ക് ചെയ്ത് കിച്ചൺ നോട്ട് ആക്കി വെക്കാലോ. നിങ്ങളുടെ അടുക്കളയല്ലേ, വേറെ ആരും വന്ന് അതെന്താ ഇതെന്താന്ന് ചോദിച്ചാൽ തന്നെ ഇപ്പൊ എന്താ നിങ്ങൾ പറയണം, നിങ്ങൾ ഇതിന്റെ കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അപ്പം എനിക്ക് ഇടയ്ക്കൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒട്ടിച്ചു വെച്ചേക്കുവാണെന്ന് പറയണം. അങ്ങനെ പറയുന്നത് എന്താ നാണക്കേട്? നിങ്ങൾ ഗവൺമെന്റ് ജോലി വാങ്ങാൻ പോകുന്ന ആൾക്കാരല്ലേ, ഒരു നാണക്കേട് ഒന്നിനും വിചാരിക്കേണ്ട. അപ്പൊ അടുക്കളയിൽ പാചകം ചെയ്യുന്ന സ്ഥലത്ത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള വർഷങ്ങളോ ഫോർമുലകളോ ഒരു പേപ്പറിൽ എഴുതി ഒട്ടിച്ച് വെക്കുക. ഓക്കെ, വെക്കുമല്ലോ. പിന്നെ നോ ഗിൽറ്റ്, അതായത് ഏതെങ്കിലും ദിവസം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കരുത്. നിങ്ങളുടെ സമയം തീർന്നു പോയിട്ടില്ല, അടുത്ത ദിവസം തന്നെ നിങ്ങൾ അത് കവർ ചെയ്തെടുക്കണം. ദിവസങ്ങൾ നീണ്ടു പോകരുത്. ഒരാഴ്ച ഞാൻ പഠിച്ചില്ല, അങ്ങനെ ആകരുത്. ഒരു ദിവസം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ദിവസം നിങ്ങൾ അത് മേക്കപ്പ് ചെയ്തെടുക്കുമല്ലോ. അതുകൊണ്ട് നോ ഗിൽറ്റ്. ഓക്കെ, അപ്പോ ഇത്രയാണ് വീട്ടമ്മമാര് ചെയ്യേണ്ട കാര്യം. ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു PSC പഠനത്തിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തോളൂ. 101% സക്സസ് ആയിരിക്കും. അപ്പൊ ഗോഡ് ബ്ലസ് യു ഓൾ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ ഈ ഒരു PDF വേണമെന്നുണ്ടെങ്കിൽ താഴെ S നിന്ന് കമന്റ് ചെയ്യണേ. നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഇട്ട് തന്നേക്കാം. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.